നമസ്കാരം. ഇറാനിൽ ഇസ്രയേൽ അമേരിക്കൻ സംയുക്ത ആക്രമണത്തെ തുടർന്ന് ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഇറാനിയൻ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇന്ന് രാവിലെയാണ് ഇസ്രയേലും അമേരിക്കയും ഇറാന് നേരെ ആക്രമണങ്ങൾ ആരംഭിച്ചത്. ടെഹ്റാനിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതോടെ ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്രതീക്ഷിത ആക്രമണ സമയത്ത് സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാൻ ഇസ്രയേൽ പൗരന്മാർക്ക് സൈന്യം ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇസ്രയേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് പൊതുജനങ്ങളെ സജ്ജരാക്കുന്നതിനുള്ള മുൻകരുതൽ മുന്നറിയിപ്പാണിതെന്ന് IDF വ്യക്തമാക്കി. ഖമേനിയുടെ ഓഫീസിനടുത്ത് 7 മിസൈലുകൾ പതിച്ചതായിട്ടാണ് വാർത്താ ഏജൻസി തസ്നീം റിപ്പോർട്ട് ചെയ്തത്. തലസ്ഥാനത്തെ ഖമേനിയുടെ ഓഫീസുകൾക്ക് സമീപവും ആക്രമണം ഉണ്ടായതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. 86-കാരനായ ഖമേനി 1989 മുതൽ ഇറാന്റെ പരമോന്നത നേതാവായി തുടരുകയാണ്. സർക്കാരിന്റെ എല്ലാ വിഭാഗങ്ങളിലും സൈന്യത്തിലും നീതിന്യായ വ്യവസ്ഥയിലും അന്തിമ അധികാരം ഈ 86-കാരനാണ്. അതോടൊപ്പം രാജ്യത്തിന്റെ ആത്മീയ നേതാവുമായിട്ടാണ് ഖമേനി പ്രവർത്തിക്കുന്നത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇന്റലിജൻസ് ആസ്ഥാനവും മധ്യ ടെഹ്റാനിലെ ചില കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തെ തുടർന്ന് ഇറാൻ തങ്ങളുടെ വ്യോമപാത അടച്ചു. മാസങ്ങളോളം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് നീക്കമെന്ന് ഇസ്രയേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇസ്രയേലിലെ ജനവാസ മേഖലകൾ നേരിടുന്ന ഭീഷണി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷീൽഡ് ഓഫ് യൂദ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആക്രമണം നടക്കുന്നത്. ഇറാനിലെ മിസൈൽ ലോഞ്ചറുകളും ഡ്രോൺ താവളങ്ങളും നശിപ്പിക്കാനാണ് സൈന്യം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ സൈന്യവും ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കുചേരുന്നുണ്ടെന്നും സുരക്ഷാ വൃത്തങ്ങളും സ്ഥിരീകരിച്ചു. ആകാശത്ത് നിന്നും കടലിൽ നിന്നും ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ പുരോഗമിക്കുകയാണെന്നും US ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. ഇറാനിലെ ആയത്തുള്ള ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയാണ് ഓപ്പറേഷന്റെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞു. ധീരരായ ഇറാനിയൻ ജനതയ്ക്ക് അവരുടെ ഭാവി സ്വന്തം കൈകളിലാക്കാനുള്ള സാഹചര്യം ഈ നീക്കം സൃഷ്ടിക്കും. ഇറാനിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് മുക്തരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗഹൃദത്തിന് നന്ദി പറഞ്ഞ നെതന്യാഹു ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ അനുവദിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. IDFന്റെ സൈനിക നീക്കത്തിന് റോറിംഗ് ലയൺ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇറാനിയൻ ഭീകര ഭരണകൂടത്തെ തകർക്കാനും ഇസ്രയേലിന്റെ നേരെയുള്ള ഭീഷണികൾ എന്നേക്കുമായി ഇല്ലാതാക്കാനാണ് ഇതെന്നും സൈന്യം അറിയിച്ചു. മാസങ്ങളായി ഇസ്രയേലും അമേരിക്കയും സംയുക്തമായിട്ടാണ് ഈ ആക്രമണത്തിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിയത്. തിരിച്ചടി അതിശക്തമായിരിക്കുമെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ പലപ്പോഴായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ വടക്കൻ ഇസ്രയേലിലും ജെറുസലേം, ടെൽ അവീവ് ഉൾപ്പെടെയുള്ള മധ്യ ഇസ്രയേലിലും അപായ സൈറണുകൾ മുഴങ്ങി. ഇറാനിൽ നിന്ന് മിസൈൽ വിക്ഷേപണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണിത്. ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ദൃശ്യമായിട്ടുണ്ട്. അമേരിക്കൻ ജനതയ്ക്ക് പ്രതിരോധം തീർക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്നായിരുന്നു നേരത്തെ വീഡിയോ സന്ദേശത്തിൽ ട്രംപ് അവകാശപ്പെട്ടത്. സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച വീഡിയോയിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ആരംഭിച്ചിരിക്കുന്നത് വൻ സൈനിക നടപടിയാണെന്നും ഇറാന്റെ ആണവ നിരായുധീകരണമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ട്രംപ് വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. കുറച്ചു കാലം മുമ്പ് US സൈന്യം ഇറാനിൽ പ്രധാനമായ ഒരു പോരാട്ടം ആരംഭിച്ചു. ഇറാനിയൻ ഭരണകൂടത്തിൽ നിന്നുള്ള ഭീഷണികൾ ഇല്ലാതാക്കിയതായും ട്രംപ് പറഞ്ഞു. ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തിയില്ല എന്നായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇറാന്റെ ആണവ ചർച്ചയ്ക്കിടെ അവരുടെ നിലപാടിൽ താൻ സന്തുഷ്ടനായിരുന്നുവെന്നും പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഇസ്രയേലും US സംയുക്തമായി ഇറാനിൽ ആക്രമണം നടത്തിയത്.